ഹായ് എവരിവൺ, ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ ടൈപ്പായിട്ടും, അല്ലെങ്കിൽ ഓരോ അതിൻ്റെ പ്രത്യേകതകൾ വെച്ചിട്ടും ഫങ്ഷൻസ് വെച്ചിട്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാർ ഒരു സൊസൈറ്റിയെ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ഓരോ സൊസൈറ്റിയും ഏത് ടൈപ്പിനനുസരിച്ചിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 3 ടൈപ്പിലാണ് ബേസിക്കലി ക്ലാസിഫിക്കേഷൻ ഉള്ളത്. സൊസൈറ്റീസിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമതായിട്ട് റൂൾ 15 പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്നു. റൂൾ 15 ആസ് പെർ റൂൾ 15 അനുസരിച്ചിട്ട് സൊസൈറ്റീസിനെ 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 13 ടൈപ്പ് ആയിട്ട് രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അതിൻ്റെ ടൈപ്പും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അനുസരിച്ചിട്ട് ഒബ്ജക്റ്റീവ്സും ഓപ്പറേഷൻസും ഒക്കെ അനുസരിച്ചിട്ട് രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യത്തേത് റൂൾ 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ, അത് ഓർത്ത് വെക്കുക. രണ്ടാമതാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റർ നടത്തുന്നതാണ്. ഏത് ടൈപ്പാണ് ഏത് ക്ലാസ് ആണെന്നനുസരിച്ച് ഓഡിറ്റർ രണ്ടാമത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. സെക്ഷൻ 80 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം 3 ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റൂൾ 15 പ്രകാരം, രണ്ടാമതായിട്ട് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, മൂന്നാമതായിട്ട് സെക്ഷൻ 80 പ്രകാരം ഉള്ള ക്ലാസിഫിക്കേഷൻ. ഈ 3 ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് 3 പേരാണ് നടത്തുന്നത്, ഓർത്ത് വയ്ക്കുക. റൂൾ 15 പ്രകാരമാണെങ്കിൽ അത് രജിസ്ട്രാർ ആയിരിക്കും സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടാമത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നടത്തുന്ന ആരാ? ഓഡിറ്റർ. മൂന്നാമത്തേത് സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഗവൺമെൻറ് ആണ്. ഈ 3 ക്ലാസിഫിക്കേഷനും അത് നടത്തുന്ന ആരാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1. According to Rule 15, who shall classify the society according to its objectives? അതായത് റൂൾ 15 പ്രകാരം സൊസൈറ്റിയെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച്, ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിൽ ആരാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മളിപ്പോൾ കേട്ടതേ ഉള്ളൂ അല്ലേ? റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ആരാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ചുവടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എ രജിസ്ട്രാർ, ബി ഡെപ്യൂട്ടി രജിസ്ട്രാർ, സി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഡി ഗവൺമെൻറ്. ഈ 4 പേരിൽ ആരാണ് സൊസൈറ്റീസിനെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റൂൾ 15 പ്രകാരം അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആൻസർ രജിസ്ട്രാർ ആണ്. നമ്മൾ ആദ്യം തന്നെ കേട്ടു, രജിസ്ട്രാർ ആണ് റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദർ ആർ മെയിൻലി 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സൊസൈറ്റീസിനെ നമ്മൾ കണ്ടു മെയിൻലി 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? 3 ടൈപ്പായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ. 3 ടൈപ്പായിട്ട് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് റൂൾ 15 പ്രകാരം. റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന് ബേസില്ല? അക്കോർഡിംഗ് ടു ഒബ്ജക്റ്റീവ്സ്. സൊസൈറ്റി എന്തിനാണ് ലക്ഷ്യം വയ്ക്കുന്നത്, എന്താണ് എൻ്റെ ലക്ഷ്യം, എയിം, അതനുസരിച്ചിട്ട് റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. രണ്ടാമത്തേത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 64 നോട്ട് ചെയ്ത് വെക്കുക. സെക്ഷൻ 64 ആരാ ക്ലാസിഫൈ ചെയ്യുന്നത്? ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റർ. റൂൾ 15 പ്രകാരമാണെങ്കിലോ രജിസ്ട്രാർ. അത് മറന്നു പോകരുത്. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 80. സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ അത് ആരാ നടത്തുന്നത്? നമ്മൾ കണ്ടു, ഗവൺമെൻറ് അല്ലേ? ദ ഗവൺമെൻറ് ഷാൽ ക്ലാസിഫൈ ദ സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. നോക്കിക്കോണേ, ഈ ആദ്യത്തെ നമ്മൾ റൂൾ 15 പ്രകാരമാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചിട്ട്, ഇവിടെയാണെങ്കിലോ ടൈപ്പും ഫിനാൻഷ്യൽ പൊസിഷനും അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ കണ്ടു റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന രജിസ്ട്രാർ ആണ്. 3 ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ റൂൾ 15 പ്രകാരം നമ്മൾ രജിസ്ട്രാർ സൊസൈറ്റീസിനെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. സെക്ഷൻ 64 ഓഡിറ്റ് ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നത്, അത് ഓർത്ത് വെക്കുക. ഓഡിറ്റർ ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ അത് നടത്തുന്ന ആരാണ്? ഗവൺമെൻറ്. അത് ഓർത്ത് വെക്കുക, ഗവൺമെൻറ് ആണ് സെക്ഷൻ 80 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ആ സൊസൈറ്റിയുടെ ടൈപ്പും ആ സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും അനുസരിച്ചിട്ട് സെക്ഷൻ 80 പ്രകാരം മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം.
ആസ് പെർ റൂൾ 15 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ടൈപ്സ്. അതായത് റൂൾ 15 നമ്മൾ കണ്ടു, റൂൾ 15 പ്രകാരം നമ്മൾ രജിസ്ട്രാർ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്ട്, സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചിട്ട് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്യുന്നു കണ്ടു അല്ലേ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൂൾ 15 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എത്ര ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് എത്ര തരം സൊസൈറ്റീസ് റൂൾ 15 പ്രകാരം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ചുവടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. A10, B12, C13, D15. അതായത് എത്ര ടൈപ്പായിട്ടാണ് റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ 13. അതായത് റൂൾ 15 പ്രകാരം 13 ടൈപ്പായിട്ട് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രാർ. നമുക്ക് ഈ 13 സൊസൈറ്റീസിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം 13 ടൈപ്പിൽ ഏതൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ നോക്കിക്കേ, റൂൾ 15 സബ്സെക്ഷൻ 1 പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റി ഒന്നാമത്തെ നമുക്ക് കിട്ടിയല്ലോ. ക്രെഡിറ്റ് സൊസൈറ്റി, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഫാമേഴ്സിനും അഗ്രികൾച്ചർ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ മറ്റ് വ്യക്തികൾക്കും അഗ്രികൾച്ചർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് സൊസൈറ്റി റൂൾ 15 സബ്സെക്ഷൻ 1. ഇനി നെക്സ്റ്റ് റൂൾ 15 സബ്സെക്ഷൻ 2 മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് മേഖലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റൂൾ 15 സബ്സെക്ഷൻ 2 പ്രകാരം മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്. റൂൾ 15 സബ്സെക്ഷൻ 3 പ്രകാരം കൺസ്യൂമർ സൊസൈറ്റീസ്. റൂൾ 15 സബ്സെക്ഷൻ 4 ഫാമിംഗ് സൊസൈറ്റീസ്, ഫാമിംഗ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിംഗ് സൊസൈറ്റീസ്. റൂൾ 15 സബ്സെക്ഷൻ 5 പ്രൊഡ്യൂസർ സൊസൈറ്റി, പ്രൊഡ്യൂസറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഹോസ്പിറ്റൽ സൊസൈറ്റീസ്, അതായത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഹോസ്പിറ്റൽ സൊസൈറ്റീസ് റൂൾ 15 സബ്സെക്ഷൻ 6 റൂൾ 15 സബ്സെക്ഷൻ 7 SC/ST സൊസൈറ്റീസ്, അതായത് SC/ST മേഖലകളിലുള്ള വ്യക്തികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന SC/ST സൊസൈറ്റീസ്. അത് 15 സബ്സെക്ഷൻ 7 എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് റൂൾ 15 സബ്സെക്ഷൻ 8 എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ്സ്, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂൾ 15 സബ്സെക്ഷൻ 9 ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. 15 സബ്സെക്ഷൻ 10 വനിത കോപ്പറേറ്റീവ്, അതായത് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ മേഖലകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ വനിത കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂൾ 15 സബ്സെക്ഷൻ 11 ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി, ടൂറിസം മേഖലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂൾ 15 സബ്സെക്ഷൻ 12 മിസലേനിയസ് സൊസൈറ്റി, അതായത് മറ്റ് കാര്യങ്ങൾ, ഇവയിലൊന്നും പെടാത്ത മറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് മിസലേനിയസ് സൊസൈറ്റീസ് ആണ്. റൂൾ 15 സബ്സെക്ഷൻ 13 മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വിവിധ തരങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾ 15 സബ്സെക്ഷൻ 30 എന്നുള്ളത് ഓർക്കണം. ഇങ്ങനെയാണ് നമ്മളുടെ റൂൾ 15 പ്രകാരം 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. കൂടാതെ 2 കാര്യങ്ങൾ എക്സ്ട്രാ അധികത്തിൽ പറയാനുണ്ട്. റൂൾ 15 സബ്സെക്ഷൻ 1 ക്രെഡിറ്റ് സൊസൈറ്റി അല്ലേ, ഈ 2 സൊസൈറ്റീസോട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് റൂൾ 15 സബ്സെക്ഷൻ 1 ക്ലോസ് A, ഇവിടെ പറയുന്നത് ഹൗസിംഗ് സൊസൈറ്റിയെ പറ്റിയിട്ടാണ്. എന്ത് സൊസൈറ്റിയാണ്? ഹൗസിംഗ് സൊസൈറ്റീസ്. നമുക്ക് മെയിൻലി റൂൾ 15 പ്രകാരം 13 ടൈപ്പാണ്, അതുകൊണ്ടാണ് ഈ 13 ടൈപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റൂൾ 15 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ ഹൗസിംഗ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. കൂടാതെ രണ്ടാമതാണ് റൂൾ 15 സബ്സെക്ഷൻ AA, 2A ഉണ്ട്. ആ സബ്സെക്ഷൻ എയിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. ആരെ പറ്റിയാണ്? ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറ്റി പറയുന്നു. അപ്പം നമ്മൾ ഓർക്കുക, ഒന്നാമതായിട്ട് റൂൾ 15 സബ്സെക്ഷൻ 1 ക്രെഡിറ്റ് സൊസൈറ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും മുകളിൽ നമ്മൾ ആദ്യത്തെ സൊസൈറ്റി. രണ്ടാമതായിട്ട് റൂൾ 15 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ ഹൗസിംഗ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, നമ്മളുടെ ഹൗസ് വെഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് റൂൾ 15 സബ്സെക്ഷൻ എയിൽ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മൾ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഉള്ള നമ്മുടെ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റൂൾ 15 സബ്സെക്ഷൻ 2 മാർക്കറ്റിംഗ് സൊസൈറ്റീസും റൂൾ 15 സബ്സെക്ഷൻ 3 കൺസ്യൂമർ സൊസൈറ്റീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഈ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെയാണ്. അതായത് ഈ എന്തൊക്കെയാണ്? ഹൗസിംഗ് സൊസൈറ്റീസും നമ്മളെ ഇൻഷ്യൂർഡ് സൊസൈറ്റീസും റൂൾ 15 ശേഷം രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ഹൗസ് സൊസൈറ്റീസും ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും. അത് മറന്നു പോകരുത്. അപ്പം നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ എത്ര ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ കണ്ടു 13 ടൈപ്പാന്ന് കണ്ടു. 13 ടൈപ്പിനെ നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് നോക്കി 13 ടൈപ്പ് സൊസൈറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി. കൂടാതെ നമ്മൾ ക്രെഡിറ്റ് സൊസൈറ്റീസിന് ശേഷം ആരൊക്കെ വരുന്നുണ്ട്? റൂൾ 15 സബ്സെക്ഷൻ 1 ക്ലോസ് എ പ്രകാരം ഹൗസിംഗ് സൊസൈറ്റീസ് ഒക്കെ വരുന്ന നമ്മൾ ഹൗസ് ബോർഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹൗസിംഗ് സൊസൈറ്റീസ് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് റൂൾ 15 സബ്സെക്ഷൻ എ പ്രകാരം ഇൻഷുർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇൻഷുറൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻഷുർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യം മറന്നു പോകരുത്. അതിനുശേഷമാണ് റൂൾ 50 സബ്സെക്ഷൻ 2 മാർക്കറ്റീവ് സൊസൈറ്റീസ്, റൂൾ 50 സബ്സെക്ഷൻ 3 കൺസ്യൂമർ സൊസൈറ്റീസ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മളുടെ മൂന്നാമത്തെ ചോദ്യം, ആസ് പെർ റൂൾ 15 സബ്സെക്ഷൻ 1 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ, അതായത് റൂൾ 15 സബ്സെക്ഷൻ 1 നമുക്കറിയാം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് വരുന്നത് നമുക്കറിയാം അല്ലേ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. നമ്മൾ ചോദ്യം നോക്കുക, ആസ് പെർ റൂൾ 15 സബ്സെക്ഷൻ 1 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു, അതായത് റൂൾ 15 സബ്സെക്ഷൻ 1 ക്രെഡിറ്റ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നത് ആ ക്രെഡിറ്റ് സൊസൈറ്റിനെ എത്ര ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മളുടെ മാർക്ക്, നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയിരുന്നു, രണ്ടാമതാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹൗസിംഗ് സൊസൈറ്റീസിനെ ഇൻഷുർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും പറഞ്ഞത്. അതേ റൂൾ 50 സബ്സെക്ഷൻ 2 മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. അത് നോട്ട് ചെയ്ത് പോവുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ റൂൾ 15 സബ്സെക്ഷൻ 1 ക്രെഡിറ്റ് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ എഗെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ചുവടെ 4 ഓപ്ഷൻസ് നൽകി നമുക്ക് കാണാം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. എത്ര ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ ആൻസർ 3 ആണ്. അതായത് റൂൾ 15 സബ്സെക്ഷൻ 1 ക്രെഡിറ്റ് സൊസൈറ്റീസിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് നോക്കിയാലോ. ഈ 3 ടൈപ്പ് ഏതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലേ, ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതായിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ? റൂൾ 15 ക്രെഡിറ്റ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നത് റൂൾ 15 സബ്സെക്ഷൻ 1. അത് നോട്ട് ചെയ്ത് പോവുക. ഈ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1, 2, 3. ഇനി ഈ 3 ടൈപ്പ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഷോർട്ട് ടേം ഓർ മീഡിയം ടേം. ഷോർട്ട് ടേം ഓർ മീഡിയം ടേം. രണ്ടാമതായിട്ട് ലോങ് ടേം. ലോങ് ടേം. ഇനി നെക്സ്റ്റ് തേർഡ് വൺ അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ നമ്മളുടെ റൂൾ 15 സബ്സെക്ഷൻ 1 പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഷോർട്ട് ടേം ഓർ മീഡിയം ടേം, ലോങ് ടേം, അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇനി ഈ ഷോർട്ട് ടേം ഓർ മീഡിയം ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെ നമുക്ക് നോക്കാം. ഇനി നോക്കിക്കേ, ഈ ഷോർട്ട് ടേമിന് ഒരു അപ്പെക്സ് ഉണ്ട്, പ്രൈമറിയും ഉണ്ട്. ഈ അപ്പെക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പറയാം. അപ്പെക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ എന്താണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇതാണ് നമ്മളുടെ ഷോർട്ട് ടേം ഓർ മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് നമ്മളുടെ ഷോർട്ട് ടേം ഓർ മീഡിയം ടേമിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ എന്താണെന്ന് ശ്രദ്ധിച്ചിരുന്നത്, നമ്മളുടെ ക്രെഡിറ്റ് സൊസൈറ്റീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്തായിട്ട്, ഷോർട്ട് ടേം അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് മീഡിയം ടേം എന്ന് പറയാൻ പറ്റും അല്ലേ. ഷോർട്ട് ടേം ഓർ മീഡിയം ടേം നമ്മളത് കണ്ടു. ഷോർട്ട് ടൈം മീഡിയം ടൈം നമ്മൾ എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ അപ്പെക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പെക്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, KSCB എന്നൊക്കെ പറയാൻ പറ്റും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ കണ്ടു അല്ലേ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്കറിയാം ലോങ് ടേമും ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസും ഉണ്ടായിരുന്നു. നമ്മളുടെ ഷോർട്ട് ടൈം ഓർ മീഡിയം ടൈം അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമുക്കറിയാം പ്രൈമറി ഉണ്ടല്ലേ.
പ്രൈമറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. എന്ത് പറയും? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അപ്പെക്സ് ആണെങ്കിൽ പ്രൈമറി ആയിട്ട് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആരൊക്കെ വരുന്നുണ്ട്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നുണ്ട്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ റൂറൽ ബാങ്ക് പിന്നീട് എന്ത് പറഞ്ഞേക്കുന്നത്? റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു എന്താ പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ റൂൾ 50 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മൾ 3 ക്ലാസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം ഓർ മീഡിയം ടൈം, ലോങ് ടൈം. അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൈമറി എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമല്ല, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ഫാമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഷോർട്ട് ടൈം ഓർ മീഡിയം ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോങ് ടൈം എന്താ പറയുക ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയാം അല്ലേ. നമുക്ക് ഈ ലോങ് ടൈമിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന നോക്കാം. ഒന്നാമതായിട്ട് ലോങ് ടൈമിൽ അപ്പെക്സ് ഇൻക്ലൂഡ് ചെയ്യാം. ലോങ് ടൈമിൽ അപ്പെക്സിൽ നോക്കിക്കേ, എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതാണ് നമ്മളുടെ ലോങ് ടൈം ലോങ് ടൈം ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ അപ്പെക്സിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രൈമറിയിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ ഇവ രണ്ടുമാണ് നമ്മുടെ ലോങ് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പെക്സ് സൊസൈറ്റി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും രണ്ടുമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം മറ്റ് സൊസൈറ്റീസ് എല്ലാം അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ റൂൾ 15 സബ്സെക്ഷൻ 1 പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഷോർട്ട് ടൈം ഓർ മീഡിയം ടൈം, രണ്ടാമതായിട്ട് ലോങ് ടൈം, മൂന്നാമതായിട്ട് അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഷോർട്ട് ടൈം ഓർ മീഡിയം ടൈം അപ്പെക്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അപ്പെക്സ് എന്ന് പറയുന്നത്. പ്രൈമറിയിലോ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, പിന്നെ നമ്മളെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലോങ് ടൈമിൽ അപ്പെക്സ് എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും പ്രൈമറിയിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ സൊസൈറ്റീസിനെ ക്രെഡിറ്റ് സൊസൈറ്റീസ് 3 ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മുടെ 4ാമത്തെ ചോദ്യം, ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹൗസിംഗ് സൊസൈറ്റി, അതായത് ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഹൗസിംഗ് സൊസൈറ്റി പറ്റി പറയുന്നത് എവിടെയാണ്? റൂൾ 15 സബ്സെക്ഷൻ 1 ക്ലോസ് എയിലാണ് നമ്മളുടെ ഹൗസിംഗ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നത്. ഹൗസിംഗ് സൊസൈറ്റീസിന് അപ്പെക്സ് സൊസൈറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചുവടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. റെയ്ഡ്കോ, കാപ്പെക്സ്, കേഫെഡ്, ഹൗസ്ഫെഡ്. ഏതാണ് നമുക്കറിയാം അല്ലേ? ഹൗസിംഗ് സൊസൈറ്റീസിന് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹൗസ്ഫെഡ് തന്നെ ആയിരിക്കും. അത് അറിയാവുന്നത് തന്നെയാണ്, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്? നമ്മൾ ക്ലാസ്സിൽ കേട്ടത് തന്നെയാണ്. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി പറയുന്നത് എവിടെയാണ്? റൂൾ 15 സബ്സെക്ഷൻ എയിലാണ് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു റൂൾ 15 സബ്സെക്ഷൻ എ പ്രകാരം ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, ബി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡി റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം? അതായത് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഏത് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ ഉത്തരം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഉത്തരം. എങ്ങനെ പറയുന്നത്? നമ്മളുടെ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി പറയുന്നത്, അതായത് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി പറയുന്നത് എവിടെയാണ്? റൂൾ 15 സബ്സെക്ഷൻ എയിലാണ് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് പറയുന്നത്. അതിൻ്റെ ഈ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടു, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഈസ് അതർവൈസ് നോൺ ആസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട്
കണ്ടത്. നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടല്ലേ. രജിസ്ട്രാർ സൊസൈറ്റീസിന് ഏത് ടൈപ്പാണെന്ന് രജിസ്ട്രാർ സൊസൈറ്റി ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസിക്കലി എത്ര ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്? 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റൂൾ 15 പ്രകാരം നമ്മുടെ സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മുടെ ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 64 പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്നു. മൂന്നാമതാണ് ക്ലാസിഫിക്കേഷൻ ആസ് പെർ സെക്ഷൻ 80. സെക്ഷൻ 80 പ്രകാരം ആരാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് ദ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ആ സൊസൈറ്റിയുടെ ടൈപ്പും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അനുസരിച്ചിട്ട് ഗവൺമെൻറ് സെക്ഷൻ 80 പ്രകാരം 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 13 ടൈപ്പ് ഉണ്ടെന്നുണ്ടല്ലേ. റൂൾ 15 പ്രകാരം രജിസ്ട്രാർ സൊസൈറ്റീസിനെ 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് രണ്ടെണ്ണം നമ്മൾ കണ്ടല്ലേ. ഹൗസിംഗ് സൊസൈറ്റീസ്, ഇൻഷുർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കണ്ടു. അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ക്രെഡിറ്റ് സൊസൈറ്റീസിന് അഗെയിൻ ആയിട്ട് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം. അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഷോർട്ട് ടൈമിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, ലോങ് ടൈമിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്